ഉണ്ടായിരുന്നു. ചേച്ചി അമ്മച്ചിക്കിട്ട് ഭാര വെച്ചു. എന്നെ ദ്രോഹം അടിമോളെ നീ ചെയ്തത്. ഇത്രയും കൂടുതൽ നിന്നെ ഞാൻ സ്നേഹിച്ചത് ഇതിനായിരുന്നോ? എന്നെ കുറിച്ച് ഇല്ലാവചനം പറയാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നടി? ഇല്ലാവചനൊന്നും അല്ല, എന്റെ മുന്നിൽ വെച്ചല്ലേ അമ്മച്ചി പൈസ വാങ്ങിച്ചത്. അയ്യോ ഈ ചായ ദേ ഇവള് വെറുതെ പറയുന്നതാ. ഞാൻ അങ്ങനെ പൈസ വാങ്ങിക്കുന്നു തോന്നുന്നുണ്ടോ? കർത്താവാണേ സത്യം, ഞാൻ വാങ്ങിച്ചിട്ടില്ല. ശരി, ഞാൻ സമ്മതിച്ചിരിക്കണു, നീ വാങ്ങിയിട്ടില്ല. അതാണ് ഇക്കാര്യത്തില് ഇച്ചായൻ എന്നെ സംശയിക്കില്ലെന്ന് എനിക്ക് അറിയായിരുന്നു. ഞാൻ കള്ളം പറഞ്ഞെന്ന് പറഞ്ഞില്ലേ, സോളമനങ്ങളെ വിളിക്ക്, അപ്പ അറിയാലോ സത്യം. ശരിയാ, വിളിച്ചു ചോദിക്കും. പൈസ വാങ്ങിയിട്ടില്ല എന്നാണ് സോളമൻ പറയുന്നെങ്കിൽ ഇസേ നീ സൂക്ഷിച്ചോ. അതല്ല, ആനി പൈസ വാങ്ങി എന്നാണ് സോളമൻ പറയുന്നെങ്കിലോ? സോളമൻ നിർബന്ധിച്ചു തന്നതാ. ഈ പൈസ വെച്ചു എന്നും പറഞ്ഞ് നിർബന്ധിച്ചു തന്ന ആരായാലും വാങ്ങിച്ചു പോവും. നിർബന്ധിച്ചതൊന്നും അല്ല, ചോദിച്ചു വാങ്ങിച്ചതാ. ഇനി നിർബന്ധിച്ചു തന്നെ വെച്ചോ? നാണുണ്ടോടി നിനക്കതൊക്കെ വാങ്ങാൻ? വാങ്ങിച്ച് കയ്യിൽ വെച്ചിട്ട് നീ എന്നോട് പറഞ്ഞോ? ഇപ്പൊ ചോദിച്ചപ്പോഴും കള്ളല്ലടി നീ എന്നോട് പറഞ്ഞത്. ഇച്ചായനറിഞ്ഞ് എന്നെ കൊല്ലൂന്ന് എനിക്കറിയാം, അതാ ഞാൻ കള്ളം പറഞ്ഞത്. എന്നിട്ട് പണം അവിടെ, ആ 1 ലക്ഷം രൂപ എവിടെയാണ്? അതെന്റെ കയ്യിലുണ്ട്. അതങ്ങെടുക്ക്, പോയെടുത്തോട്ട് പാടി. എന്തിനാ? നാണം കെട്ടുണ്ടാക്കിയ ആ പണം ഈ വീട്ടിൽ ഇരിക്കുന്ന പോലും ശാപമാണ്. ഇന്ന് തന്നെ എനിക്ക് സോളമന് തിരിച്ചു കൊടുക്കണം. ഞാനല്ലേ പണം വാങ്ങിച്ചത്, ഞാൻ തന്നെ അത് തിരിച്ചു കൊടുത്തോളാം. പോരെ? പോരാ, മര്യാദയ്ക്ക് പണം എടുത്തോണ്ട് വാ. നീ എങ്കിൽ ഞാനൊരു സത്യം പറയാം, ആ പൈസ ഇപ്പൊ ഇവിടെ ഇല്ല. ഇവിടെ ഇല്ലേ? പിന്നെ എവിടെ പോയി? അത് ഞാൻ ഒരാളുടെ കയ്യിൽ സൂക്ഷിക്കാൻ കൊടുത്തിരിക്കുക. സൂക്ഷിക്കാൻ കൊടുത്തുന്നോ? ആരുടെ കയ്യില്? ആരുടെ കയ്യിലെന്ന് പറഞ്ഞ? ഇച്ചായൻ ഇപ്പൊ എന്നതാ വേണ്ടത്? സോളമന്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിയ പൈസ വേണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ വാങ്ങിച്ചു തന്നേക്കാം. എപ്പോ? നാളെ. നാളെ പോരാ, ഇപ്പൊ പൈസ കിട്ടണം. ഇന്ന് തന്നെ അമ്പനാട് വീട്ടിൽ ഞാൻ കൊണ്ടുപോയി കൊടുക്കും. എന്നെ ഒന്ന് രക്ഷപ്പെടാൻ അനുവദിക്കരുത് കേട്ടോ. വാങ്ങിച്ചു തന്നേക്കാം, ആർക്ക് വേണമെങ്കിലും കൊണ്ട കൊടുക്കും. വാടി നീ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എന്നെ കൊലക്ക് കൊടുക്കും അല്ലേടി നീ? കല്യാണുണ്ടല്ലോ, പപ്പ അമ്മച്ചിയെ കൊല്ലും, ഉറപ്പാ. എന്നാലും എന്റെ കൊച്ചെ, നീ എന്നോട് ഈ ചതി ചെയ്തല്ലോ. ഒരു ഉടുപ്പ് വാങ്ങിച്ചു തരാൻ പറഞ്ഞപ്പോ അമ്മച്ചി എന്നോട് എന്നതാ പറഞ്ഞേ? ആ പൈസ സോളമൻ അങ്കിൾ തിരിച്ചു വാങ്ങിച്ചു. അങ്ങനെ തിരിച്ചു കൊടുത്തെങ്കി അമ്മച്ചി അതെന്താ ഇപ്പൊ പപ്പയോട് പറയാത്തെ? അതെല്ലാം ഞാൻ ചെയ്ത അബദ്ധമാ, പറ്റിപ്പോയി. അബദ്ധമല്ല, എന്തിനും കൂട്ടുനിന്ന എന്നോട് സ്നേഹം കാണിക്കാതിരുന്നതിന്റെ ഫലമായി. എന്നിട്ട് ആ പൈസ എടുത്ത് വേറെ ആർക്കോ കൊടുത്തിരിക്കുന്നു. അനുഭവിച്ചോ? വേഗം പൈസ വാങ്ങിച്ച് പപ്പയ്ക്ക് കൊടുത്തോ, അല്ലെങ്കിലേ നല്ല ഉഗ്രൻ അടി ഇന്ന് അമ്മച്ചിക്ക് കിട്ടും. അടിയും കൊണ്ട് മുഖം പൊത്തിയിരിക്കുമ്പോ അമ്മച്ചിയെ നോക്കി ഞാൻ കൈ കൊട്ടിച്ചിരിക്കും, നോക്കിക്കോ. ഈ നമ്പർ നിലവിലില്ല, ദയവായി നിങ്ങൾ ഡയൽ ചെയ്ത നമ്പർ പരിശോധിക്കുക. This number does not exist. എന്തായി? വിളിച്ചു. പൈസ എപ്പോ കൊണ്ടുവരും? അത് അയാളെ കിട്ടിയില്ല. കിട്ടിയില്ലേ? ആ നമ്പർ നിലവിലില്ലെന്നോ പറയുന്നത്. അയാൾ എവിടെ ഉള്ളതാ? നമുക്ക് പോയിട്ട് വരാം. ഇവിടെ അടുത്തുള്ളതാണോ? അതറിയത്തില്ല. അറിയത്തില്ലേ? എടി, നീ ആർക്കാ പൈസ എടുത്തു കൊടുത്തത്?
ആളെ ഈ ചായനെ അറിയാം. ആര് അത് പറ. അയ്യോ, അന്ന് 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 ഇവിടെ വന്ന ഒരു സാറില്ലേ, ആ ഫിലിപ്പ് സാറ്. എന്റെ മാതാവേ, ഇനി ഞാൻ എന്നാ ചെയ്യണം? എന്നാ പറ്റി ചായ? ഇതിൽ കൂടുതൽ എന്നാ പറ്റാനാ? അയാൾ ഒന്നാം തരം പണം തട്ടിപ്പുകാരനാ. അയ്യോ, അയാളെ 2 ദിവസം മുമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. ജയിലിലെപ്പോ അയാള് അറിയാം നിനക്ക്? എന്റെ കാശ് പോയല്ലോ കർത്താവേ, ഞാൻ ഇനി എന്നാ ചെയ്യും? മിണ്ടിപ്പോരുത് നീ. തോന്നിവാസം മുഴുവൻ കാണിച്ചു വെച്ചിട്ട് ഇപ്പൊ കിടന്ന് മോങ്ങുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാ സ്വന്തം എന്ന് പറയാൻ 1 ലക്ഷം രൂപ കൈ കിട്ടിയത്. അത് വെള്ളത്തിൽ വരച്ച് വരയായി പോയല്ലോ കർത്താവേ. ആവും, അതങ്ങനെ ആവൂ. കർത്താവിന് നിരക്കാത്തത് ചെയ്ത് ഉണ്ടാക്കിയതല്ലേ? സ്വന്തം രക്തത്തിൽ പറഞ്ഞ കുഞ്ഞിനെ വല്ല വീട്ടിലും ഉണ്ടാക്കിയതല്ലേ? അത് ഒലകത്തില്ല. എന്റെ മാതാവേ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചതിയായിപ്പോയി ആനി ചെയ്തത്. നാണക്കേടല്ല മാതാവേ, ആ പണം തിരിച്ചു കൊടുക്കണ്ടേ? ഞാൻ ചെയ്തതല്ലെങ്കിലും തെറ്റ് തന്നെയല്ലേ? ഒരു കുഞ്ഞിനെ വിൽക്കാന്നൊക്കെ പറഞ്ഞ അത് ഏഞ്ചിലാണെങ്കിലും മിസ്സയാണെങ്കിലും ഒരുപോലെ തന്നെയല്ലേ മാതാവേ? പാപല്ലേ അത്? ആ പൈസ ആനയുടെ കയ്യിൽ നിന്ന് വാങ്ങി തിരികെ കൊടുക്കണമെന്നുണ്ടായിരുന്നു എനിക്ക്. ഇപ്പൊ എന്ത് ചെയ്യും? അതും പോയില്ലേ? ഞാൻ കൊടുക്കും. അമ്പരാടം വീട്ടിൽ നിന്ന് ആനി വാങ്ങിക്കൊണ്ടുവന്ന പണം ഞാൻ തിരികെ കൊടുക്കും. ആനി ചെയ്ത തെറ്റിന് ഞാൻ മാതാവിനോട് മാപ്പ് ചോദിക്കുക. പൊറുക്കണം മാതാവേ, പൊറുക്കണേ, പൊറുക്കണേ മാതാവേ. എങ്ങോട്ട് പോവാ? ചോദിച്ചത് കേട്ടില്ലേ? എങ്ങോട്ട് പോവാ ഇതൊക്കെ എടുത്തോണ്ടെന്ന്? അടുക്കളയിലോട്ട്. അവിടെ എന്താ പരിപാടി? ഇന്നു മുതൽ അവിടെ കിടക്കാനാ എന്റെ തീരുമാനം. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എന്താ കാരണം? അറിഞ്ഞൂടെ എന്നതാ കാരണമൊന്നും? എനിക്കറിയത്തില്ല. എന്റെ മുഖം പൊട്ടുന്നതുപോലെ തല്ലിയത് മറന്നുപോയോ? അത് ഞാൻ മറന്നാലും നീ മറക്കരുത്. മറക്കില്ല. അതുകൊണ്ടാ ഇന്നു മുതൽ കൂടെ കിടക്കുന്ന പരിപാടി അങ്ങ് നിർത്തിയത്. അത് നല്ല തീരുമാനം. കൂടെ കിടക്കുന്ന പരിപാടി ഉപേക്ഷിച്ചത് ഭർത്താവായി നീ എന്നെ കാണുന്നില്ല എന്നതുകൊണ്ടാ. അങ്ങനെ എന്നെ കണ്ട നീ ഭാര്യയല്ലാതായി മാറും. അമ്പനാടൻ സോളമന്റെ ഭാര്യയല്ലാത്തവള് എന്തിന്റെ പേരിലാ അമ്പനാടൻ വീടിന്റെ അടുക്കളയിൽ പോയി കിടക്കുന്നത്? എന്നെ ഇവിടുത്തെ വേലക്കാരിയായിട്ട് കണ്ടാ മതി. അമ്പനാടൻ വീട്ടിലെ വേലക്കാരിയുടെ കഴുത്തിൽ എന്റെ മിന്നിന്റെ ആവശ്യമില്ല. ഒരു പെണ്ണിനെ രാത്രി പടിയിറക്കി വിട്ട ശീലം ഈ കുടുംബത്തിനില്ല. അടുക്കള കിടക്കാം, ഞാൻ കെട്ടിയ നിന്റെ കഴുത്തിൽ കിടക്കുന്ന മിന്നിവിടെ ഊരി വെച്ചിട്ട്. എന്നാത്തിന് എന്നെ തല്ലിയെന്ന് പറ.
ആ മിന്നൂര് വെച്ചിട്ട് നീ പോയില്ലായിരുന്നോ? എന്നാത്തിനാ എന്നെ തല്ലിയത്? നീ തന്നെ പറ, എന്നാത്തിനാ? അത് ഞാൻ പറയാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? ഇതുപോലെ പുറത്തു പറയാൻ മടിക്കുന്നതും നാലാളെറിഞ്ഞ് നാണക്കേടെന്ന് കരുതുന്നതുമായ പ്രവർത്തികൾ മേലിൽ ചെയ്യാതിരിക്കാൻ. അതെന്റെ വള എന്തെയ്യെന്ന് ഇച്ചായൻ ചോദിച്ചോണ്ടല്ലേ? മിണ്ടിപ്പോരുത് നീ. കാണിച്ചു കൂട്ടുന്ന എല്ലാ കോപ്രായങ്ങൾക്കും നിനക്ക് ന്യായീകരണം ഉണ്ടാവും. എടീ, ഒരിക്കലെങ്കിലും നിന്റെ ചൂണ്ടുവിരൽ സ്വന്തം മുഖത്തിന് നേരെ ചൂണ്ടിപ്പിടിക്കണം. എന്നിട്ട് ചോദിക്കണം, ചെയ്തത് ശരിയായിരുന്നു എന്ന്. അങ്ങനെയായ ചെയ്തു കൂട്ടിയ ഓരോ പ്രവർത്തിക്കും സ്വയം മുഖത്തടിക്കും നീ. ഇതുവരെ നീ ചെയ്തതൊന്നും കണ്ടില്ലെന്ന് നടിച്ചതും എല്ലാം കഴിഞ്ഞ് സ്നേഹത്തോടെ അടുത്ത് വരുമ്പോ കഴിഞ്ഞു പോയതിന്റെ പേരിൽ നിന്നെ അകറ്റി നിർത്താതിരുന്നതും ഞാനൊരു പോങ്ങനായതുകൊണ്ടൊന്നുമല്ല. പെണ്ണിനോടുള്ള ബഹുമാനം കൊണ്ടാ, നിന്നോടുള്ള സ്നേഹം കൊണ്ടാ. പക്ഷേ ഇന്ന് നീ ചെയ്തത് അത് കൂടിപ്പോയി എൽസേ. അതിന് നിനക്കത് വേണമായിരുന്നു. ഇതിന്റെ പേരിൽ ഇറങ്ങി പോണെങ്കിപ്പോ വിളിക്കാനായി സോളമൻ പറ വരില്ല. ആ പോകുമ്പോ ആ വാതിലടച്ചേക്കണം. അങ്ങനെ ഞാനിപ്പോ പോകുന്നില്ല. അതെ, ഇനി എന്നെ തല്ലോ? തല്ലും. തല്ലരുത്. തല്ലും. തല്ലിയാലും ഞാൻ പോകത്തില്ല. എങ്കിലാ ലൈറ്റ് അടച്ചേക്ക്. സോളമൻ ഈ ചെയ്ത് ശരിയായില്ലെന്നേ ഞാൻ പറയൂ. എൽസയ്ക്ക് കിട്ടേണ്ട അടിയായിരുന്നു അതെന്ന് ഞാൻ പറയും. ഞാൻ മാത്രമല്ല, ലോകത്ത് നീയല്ലാതെ ആരും സോളമനെ കുറ്റം പറയത്തില്ല. എന്റെ അച്ചോ അടിച്ചത് ശരിയായില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പിടിച്ചു നിർത്തി ചോദ്യം ചെയ്ത് നെല്ലും പതിരും അറിയണമായിരുന്നു. ഏഞ്ചലല്ല വള എടുത്തതെന്ന് അറിഞ്ഞില്ലയോ? എൽസ മനഃപൂർവ്വം അത് ഏഞ്ചലിനെ ചതിച്ചതാണെന്ന് വ്യക്തമായില്ലയോ? ഇതിൽ കൂടുതൽ എന്നാ വേണ്ടേ? എന്റെ അച്ചോ, സാധാരണ ഒരു വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അതോടെ പ്രശ്നം അവസാനിക്കുവോ? പിന്നല്ലാതെ അതിനെ വീണ്ടും ഊതി വീർപ്പിക്കണം. എടവേ, കുടുംബത്തിൽ സമാധാനം ഉണ്ടാകാനുള്ള വഴിയെ സോളമൻ നോക്കൂ. അതല്ലോ ലൈറ്റ് അടിച്ച് കിടന്ന് ഉറങ്ങിക്കൊള്ളാൻ പറഞ്ഞേ. അതെ, അച്ഛൻ വന്ന് കിടന്ന് ഉറങ്ങിക്കേ. അച്ഛനോട് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. അതെ, നിന്റെ സംശയം എന്നതാ? ആദ്യം അത് പറ. അതിന് പരിഹാരം കണ്ടിട്ട് ഇനി വേറെ പരിപാടിയേ ഉള്ളൂ. അച്ഛാ, മാന്യമായ ഒരു സംശയം. ഇത്രയൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് ആ വള എവിടെ പോയെന്ന് സോളമൻ അന്വേഷിക്കണമായിരുന്നോ? എൽസ ഇത് ആർക്ക് കൊടുത്തു എന്ന് ചോദിക്കണമായിരുന്നോ? അപ്പൊ എൽസ പറയും അത് ആനിക്ക് കൊടുത്തെന്ന്. അപ്പൊ അടുത്ത ചോദ്യം വരും, എന്നാത്തിനാ കൊടുത്തതെന്ന്. അത് ഒരു രഹസ്യം പുറത്തു പറയാതിരിക്കാനാ എന്ന് പറയും. അടുത്ത ചോദ്യം എന്നാ രഹസ്യം എന്നായിരിക്കും. അപ്പൊ പറയേണ്ടി വരും അച്ചോ, സദ്യ കുളവാക്കാനായിട്ട് ആനയെ വിളിച്ചു വരുത്തിയത് അവളാണെന്ന്. എന്നാ ശരിയല്ലേ? അപ്പൊ നെല്ലും മതിലും തിരിഞ്ഞില്ലേ? വള എവിടെ പോയി എന്ന് ചോദിച്ചാൽ അത് കാണാനില്ല എന്ന ആദ്യത്തെ മറുപടിയിൽ തന്നെ എൽസ ഉറച്ചു നിന്നാലോ? അത് പറ്റത്തില്ല. സത്യം അറിഞ്ഞേ പറ്റൂ. എല്ലാം സോളമൻ അറിയണം. എല്ലാം സോളമൻ അറിയണമെന്നുള്ളത് നിന്റെ ആഗ്രഹമാണ്. അതുപോലെ തന്നെ എന്റെയും ഒരുപാട് പേരുടെയും ആഗ്രഹമാണത്. പിന്നെ എന്നാ മാതാവ് അതിനൊരു തീരുമാനം ഉണ്ടാക്കാത്തത്? തൽക്കാലം എൽസയ്ക്ക് കിട്ടിയ അടി കൊണ്ട് തൃപ്തിപ്പെടാം നമുക്ക്. ഒരു വലിയ പണി എൽസയ്ക്കിട്ട് വരുന്നുണ്ട്. കാത്തിരുന്ന് കാണാം നമുക്ക്. അങ്ങനെ ആ ഒരു ജോലി രാവിലെ കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്കേ ഒരുങ്ങി സുന്ദരനാവണ്ടേ? ഒന്ന് പോടാ അവിടെ. അങ്ങനെ ഇപ്പൊ പോകുന്നില്ല. അപ്പച്ചാ, ഇതിലൊന്നും ഒന്നുമില്ലല്ലോ. നമുക്കൊരു വെപ്പൂടി മതിയാവോ നിനക്ക്? വികൊന്നും വെച്ചില്ലെങ്കിലും ഉള്ളതിനെ ഒന്ന് കറുപ്പിച്ചാലോ എന്നൊരാലോചന ഉണ്ട് എനിക്ക്. മുടി കറുത്തൂന്ന് കരുതി വയ്യാഴിക മാറിയല്ല. കർത്താവ് വിളിക്കുമ്പോ മുടി കറുത്തിരിക്കുന്നവരെ ഒഴിവാക്കിയല്ല. ഒന്നും മിണ്ടാതിരുന്നേ അപ്പച്ചാ. ഞാനേ പൗഡർ ഇട്ട് വരാം. നീ ഒന്ന് ചുമ്മാ ഇരുന്നാടാ സോളമാ. അതൊക്കെ ചെയ്യാൻ നിനക്ക് ഞാൻ സമയം തരാം. എന്ന് ഞാൻ അനങ്ങാതെ
കണ്ണടച്ച് കിടന്നു തരാം. ഒരിക്കൽ കുട്ടപ്പനാക്ക് വേണം അന്ത്യകുർബാനയ്ക്ക് കിടത്താൻ. ഈ അപ്പച്ചനെ നാക്കെടുത്ത് ഇതേ പറയാനുള്ളൂ. എന്നതെന്നറിയില്ല, ഇപ്പൊ ഏത് നേരവും അതേ തോന്നലാണ് ചെറുക്ക. പോകാൻ നേരായി നുള്ളിലിരുന്ന് ആരോ പറയുന്നത് പോലെ. ഇട സോളമ്മ, ഏഞ്ചലിന്റെ കാര്യത്തിൽ നമുക്കൊരു നീക്കുപോക്ക് ഉണ്ടാക്കി വെക്കണ്ടേടാ. എന്താ അപ്പച്ച? എഴുതി വെച്ചിരുന്ന വിൽപത്രം ഞാൻ തന്നെയാ കീറിക്കളഞ്ഞു. പകരം ഒരെണ്ണം എഴുതി വെക്കണം. സാറയുടെ മോൾക്ക് കിട്ടാനുള്ളത് അവക്ക് കിട്ടണം. വീതം വെക്കുമ്പോ കുറഞ്ഞു പോകരുതെന്നല്ല, കൂടുതൽ തന്നെ ഏഞ്ചലിന് കിട്ടണം. അത് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം അപ്പച്ച. എന്ന് എന്റെ കണ്ണടഞ്ഞിട്ടോ? എനിക്കറിയത്തില്ലായോ, ഞാനങ്ങ് പോയാ പിന്നെ ഏഞ്ചലിന് ഒന്നും കിട്ടത്തില്ലെന്ന്. ഉള്ളതിന്റെ നേർപാതി എന്റെ ഏഞ്ചലിന് കൊടുക്കണമെന്നാ എന്റെ തീരുമാനം. ഏതെങ്കിലും എസ്റ്റേറ്റോ കടകളോ ഒക്കെ ജോൺസനെ ഏൽപ്പിക്കണം. ആ, നീ അതവിടെ വെച്ചേക്ക്, ഞാൻ കഴിച്ചോളാം. ഇച്ചായ, അപ്പച്ചൻ കഴിക്കത്തില്ല, ഒന്ന് ശ്രദ്ധിച്ചോണേ. അതെ, നീ തന്നെ ആ വക്കീലുമായിട്ടൊന്ന് സംസാരിക്കും. എന്നൊക്കെയാ എങ്ങനെയൊക്കെയാന്നൊരു രൂപം ഉണ്ടാക്കി പറഞ്ഞാൽ മതി. ഞാൻ സംസാരിക്കാം അപ്പച്ച. ആ, വേഗം വേണം. എനിക്ക് പോകാൻ സമയമായിടാ മോനെ. അയ്യടാ, കിടക്കപ്പായിന്ന് തന്നെ തുടങ്ങിയോ? ഒരു ഗ്ലാസ് ചായ രാവിലെ വരാൻ ആർക്കും തോന്നിയില്ലല്ലോ ഇവിടെ. ചായയും കൊണ്ട് ടെസ വന്നിരുന്നു. മുക്കാൽ തീർത്ത കുപ്പി തലക്കൽ വെച്ച് കിടക്കുന്ന നിന്നെ കണ്ടപ്പോ ശല്യപ്പെടുത്തണ്ടെന്ന് തോന്നിക്കാണോ അവക്ക്? എഴുന്നേക്കാൻ വയ്യാത്ത അപ്പച്ചനെ കുളിയും കഴിഞ്ഞ് കാപ്പിയും കുടിച്ചു. മോൻ കിടക്കപ്പായി തന്നെ ഇരിക്കുന്നതേ ഉള്ളൂ. ഇതും തീർന്നോ? ഏടത്തി, ഒരു വള തരൂ എനിക്ക്. ദേ, എന്റെ വായിലിരിക്കുന്ന കേക്കരുത്. നീ ചെന്ന് നിന്റെ പെണ്ണിനോട് ചോദിക്കടാ. അവളോട് ചോദിച്ചാ അവള് പറയും സ്വർണം മുഴുവൻ അവളുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നതാന്ന്. ഞാൻ സമ്പാദിച്ചൊന്നും കൊടുത്തിട്ടില്ലാന്ന്. ഏടത്തിയാവുമ്പോ ദേഹത്ത് കിടക്കുന്നൊന്നും കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നല്ലോ, എന്റെ ഇച്ഛാൻ സമ്പാദിച്ചല്ലേ. അപ്പൊ എനിക്ക് ധൈര്യമായിട്ട് ചോദിക്കാം, ഒരു വള തരൂ ഏടത്തി. ഇപ്പോഴത്തെ ലക്ഷണം അനുസരിച്ച് ജീവിതകാലം മുഴുവൻ നീ ഇങ്ങനെ തെണ്ടേണ്ടി വരുന്നാ തോന്നുന്നേ. അതങ്ങ് വിടേടത്തി, ഞാൻ ചില പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്നതാ നിന്റെ പ്ലാൻ? ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ഇടത്തേക്ക് അറിയും. സ്വത്തുക്കളും ബിസിനസ്സും ഒക്കെ അപ്പച്ചന്റെ പേര് നോക്കി നടത്തുന്നത് ഇച്ചായൻ. ഞാൻ വെറും നോക്കൂത്തി. പറയുമ്പോ അമ്പരാടം വീട്ടിലെ ഇളയ സന്തതി. എന്നതാ കുഴപ്പം? കാൽക്കാശിന് കൈ നീട്ടണമെന്ന് നാട്ടുകാർക്ക് അറിയത്തില്ലല്ലോ. സത്യത്തിൽ ടെസയുടെ വീട്ടുകാർക്കും അറിയത്തില്ല. അല്ലെങ്കിൽ കെട്ടിച്ചു തരുവോ? നീ കാര്യം പറ, എന്നതാ പ്ലാൻ? നടക്കോന്ന് ഞാൻ പറയാം. അപ്പച്ചന്റെ മുഖത്തോക്കി ഞാൻ പറയാൻ പോവാ, ഈ പരിപാടി നടക്കത്തില്ലെന്ന്. എനിക്ക് കിട്ടാനുള്ള എന്നാന്ന് വെച്ചാ എന്റെ പേരിൽ വേണം. പിന്നെ ഞാൻ അമ്പനാടൻ കുടുംബത്തിന്റെ ഒരു ബിസിനസ്സിലും കൈകടത്തില്ല. സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്യും. ആരുടെ അടുത്തും കണക്ക് പറയണ്ടല്ലോ. എന്താ, അതല്ലേ നല്ലത്? നല്ലതാ, പക്ഷേ നടക്കേല. ഞെട്ടണ്ട, നിന്റെ ഈ സ്വപ്നം കണ്ടു തുടങ്ങും മുമ്പേ നേരം വെളുത്തുപോയി നാം കരുതിയാ മതി. ഏടത്തെന്ത് ഒരുമാതിരി സംസാരിക്കുന്നത്? വീണ്ടും കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി മോനെ. അപ്പച്ചനും ഇച്ചായനും കൂടി സ്വത്തുക്കളൊക്കെ ഏഞ്ചലിന്റെ പേരിൽ എഴുതി വെക്കാനുള്ള പ്ലാനിങ് നടക്കുക അവിടെ. ഇപ്പൊ തന്നെ നടത്തി കൊടുക്കാൻ ഞാൻ. കീറിക്കളഞ്ഞ വിൽപത്രത്തിന്റെ കഥ അവിടെ കഴിഞ്ഞു. ഇനി അത് ആവർത്തിക്കണമെങ്കിൽ ഈ ലൂക്കാച്ചനെ കൊല്ലേണ്ടി വരും. അങ്ങനെയാണെങ്കി അപ്പച്ചൻ കൊല്ലും. വെറുതെ കിടന്നിങ്ങനെ വിളിച്ചു കൂവിയിട്ട് ഒരു കാര്യവുമില്ല. മുന്നിൽ ചെന്ന് നിന്ന് ബഹളം വയ്ക്കാനാണ് പരിപാടിയെങ്കിൽ ഇപ്പൊ കിടക്കുന്ന ഈ ഇടവും കൂടി പോയി പെരുവഴിയിലാകുന്നല്ലാതെ ഒരു ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ല. പിന്നെ ഞാൻ എന്നാ ചെയ്യാൻ എടുത്തി? എടാ, എങ്ങനെയെങ്കിലും ആ ഏഞ്ചലിനെ ഇവിടുന്ന് വെളിയിലാക്കാനുള്ള വഴി ആലോചിക്ക്. വഴിയൊക്കെ ഉണ്ട്. ചെവിക്ക് തൂക്കിയെടുത്ത് കാറിലിട്ട് ജോൺസന്റെ മുന്നിൽ കൊണ്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് പറയും,
ഇനി ഇങ്ങോട്ട് ഈ സാധനത്തിനെ കൊണ്ട് കെട്ടിയെഴുന്നള്ളിച്ച കൊന്നുകളയൂന്ന്.